ഉറക്കം ഉണർന്നതേ ഉള്ളൂ. എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി. കടുത്ത കുടിവെള്ളക്ഷാമം. കുടിവെള്ളം ഇല്ല. തിരുവനന്തപുരം നഗരത്തിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമം. തിരുവനന്തപുരത്ത് രൂക്ഷമായ കുടിവെള്ളക്ഷാമം. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലെ ഈ കുടിവെള്ള വിതരണം കഴിഞ്ഞ 1.5 ആഴ്ചക്കാലമായിട്ട് പോങ്ങൻ തിരുവനന്തപുരത്ത് കുടിവെള്ളമില്ലാതെയാണ് കഴിഞ്ഞത്. കുളിക്കാനും പീടാനും ഒക്കെ ആയിട്ട് കൂട്ടുകാരുടെ വീടുകളെ ആശ്രയിച്ചുകൊണ്ടാണ് ജീവിച്ചത്. ഞാൻ അതൊന്നും ഒരു കുറ്റമായിട്ടോ കുറവായിട്ടോ പരാതിയായിട്ടോ പരിഭവമായിട്ടോ അല്ല പറയുന്നത്. ഒരു സാധാരണ മനുഷ്യൻ, ഒരു പോങ്ങൻ, ഞാൻ എന്നെ ഒരു ഗിനിപ്പന്നിയായി സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുകയായിരുന്നു, ഒരു സാമൂഹ്യ പരീക്ഷണം നടത്താൻ. അതായത് ഇന്നത്തെ കാലത്ത് യാതൊരു സ്വാധീനശേഷിയുമില്ലാത്ത, സാമൂഹ്യ മൂല്യവുമില്ലാത്ത ഒരു മനുഷ്യന് എങ്ങനെയാണ് അതിജീവനം സാധ്യമാവുക? അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഏതൊക്കെ സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമായി പ്രവർത്തിക്കും എന്ന് തിരിച്ചറിയാനുള്ള ഒരു പരീക്ഷണം എന്ന നിലയിൽ നേരായ മാർഗത്തിലൂടെ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹാരം തേടി പരാതികൾ കൊടുത്ത് ഔദ്യോഗികമായി അവരുടെ ഓഫീസുകളിൽ ചെന്നറിയിച്ച് കൃത്യമായ രീതിയിൽ മാത്രം ഒരു സാധാരണ മനുഷ്യന് ചെയ്യാവുന്നതുപോലെ കാര്യങ്ങൾ ചെയ്തു. 1.5 ആഴ്ചക്കാലത്തിന് ശേഷം എനിക്ക് ഇന്ന് ജലം ലഭ്യമായി. എന്നാൽ അതിന്റെ സന്തോഷം കെടുന്നതിന് മുന്നേ കോർപ്പറേഷൻ പരിധിയിൽ പൂർണ്ണമായും കുടിവെള്ളം മുടങ്ങും. നഗരവാസികൾ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു മാനസിക സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഈ കഷ്ടതകളൊക്കെ, ഈ അന്യായങ്ങളൊക്കെ, ഈ അനീതികളൊക്കെ അനുഭവിച്ചുകൊണ്ടും അതിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ടും എല്ലാ അനീതികളെയും സഹിക്കാനുള്ള സഹനശേഷി ഉണ്ടാക്കിയെടുത്തുകൊണ്ടുമൊക്കെയാണ് മറികടക്കുന്നത്. നമ്മൾ പരിഷ്കൃത സമൂഹമാണെന്ന് പറയുന്നു. എനിക്കതിൽ വിരോധമില്ല. അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞോട്ടെ. ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് ഏതോ ഒരു പരസ്യ കലാകാരൻ പറഞ്ഞു വെച്ചുകൊണ്ട് ഒരു പരസ്യ വാചകം വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മളത്, അല്ലേ? ദൈവം പോയിട്ട് ചെകുത്താൻ പോലും ഭയക്കും ഈ കേരളം പോലൊരു പ്രദേശത്ത് വന്ന് താമസിക്കും. പിന്നെ എങ്ങനെ അത് ദൈവത്തിന്റെ സ്വന്തം നാടാകും എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് അതിൽ കുറ്റം പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ, പരിഷ്കൃത സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു സാധാരണ പോങ്ങന് പോലും ആത്മാഭിമാനത്തോടെ ജീവിതം കഴിക്കാൻ കഴിയുന്ന അടിസ്ഥാന സൗകര്യങ്ങളും അന്യായമായ യാതൊന്നും അനുഭവിക്കാതെ തന്നെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വന്തം ജീവിതം നയിക്കാൻ കഴിയുന്ന സാമൂഹ്യ സാഹചര്യം ഉണ്ടാകുന്ന ഒരു നാട് മാത്രമാണ് ഒരു പരിഷ്കൃത സമൂഹം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുള്ളൂ. നമ്മുടെ നാട് അങ്ങനെയുള്ളതല്ല. ഇനി ഞാൻ പറയുന്നത് ഈ കുടിവെള്ള ക്ഷാമത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഭരണകർത്താക്കൾ, ഇപ്പോൾ പുതിയ ഭരണകർത്താക്കളാണ്. BJP കഴിഞ്ഞ 4-5 മാസമായിട്ട് BJP ആണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നടാടെയാണ് അവർക്കത് കിട്ടിയിരിക്കുന്നത്. ഞാനിതിനു മുന്നേ ഇവിടെ ചില വർത്തമാനങ്ങൾ പറഞ്ഞു. അതായത് BJP ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഇപ്പോൾ നടത്തുകയേ വേണ്ട. അടുത്ത ഒരു 10 വർഷത്തേക്ക് ഭരണം നേടാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനേ പാടില്ല. അതിൻ്റെ ആവശ്യമില്ല. അത്തരം ഒരു ചിന്ത അണികളിൽ പോലും എത്തിക്കേണ്ടതില്ല. പകരം BJP തറയൊരുക്കം നടത്തേണ്ടതുണ്ട്, ചാല് കീറേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഭരണം മാറുന്നതോടുകൂടി കാര്യങ്ങളെല്ലാം അങ്ങോട്ട് ഭരണം പിടിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ കാര്യക്ഷമമായി ഭരിക്കാൻ ഭരണം ലഭിച്ചാൽ മാത്രം പോരാ. അതായത് മസ്തിഷ്കം ഗംഭീര പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട്. ഒരു നിർദ്ദേശം കൈകൾക്ക് കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കൈ അത് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ മസ്തിഷ്കം പറഞ്ഞാൽ മാത്രം പോരാ, കൈയിലേക്ക് ആ പറയുന്നത് എത്തിക്കണം. അത് എത്തിക്കേണ്ടത് ആരാണ്? നാഡികളാണ്, അല്ലേ? അപ്പൊ നാഡീവ്യൂഹം ഗംഭീരമായിട്ട് നിന്നാൽ മാത്രമേ നല്ല തലയുണ്ടായിട്ട് കാര്യമുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ അവയവങ്ങൾ പ്രവർത്തിക്കില്ല. ഉദ്യോഗസ്ഥരാവുന്ന, ബ്യൂറോക്രസിയാവുന്ന ആ നാഡീവ്യൂഹം വളരെ ഗംഭീരമായി പ്രവർത്തിച്ചാൽ മാത്രമേ തൊഴിലാളികളും ജീവനക്കാരും തീർച്ചയായിട്ടും കാര്യക്ഷമമായി പ്രവർത്തിക്കുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു. എന്നെ ചീത്ത വിളിച്ചു, സംഘികൾ ചീത്ത വിളിച്ചു, ഹിന്ദുക്കൾ ചീത്ത വിളിച്ചു. ഞാനൊരു ന്യായം പറഞ്ഞതാണ്. BJP ഭരണത്തിൽ വരട്ടെ,
കാരണം എന്താ? ഇടതും വലതും ഭരിച്ച് ഈ അവസ്ഥയിലായി. ഇനി മൂന്നാമതൊരാൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ എന്ന് അപ്പോഴേ നമുക്ക് അറിയുള്ളൂ. അങ്ങനെ ഒരു ഗതികെട്ട് പറയുന്നതാണ്. BJP വരട്ടെ, അവരുടേതായ രീതിയിൽ നോക്കട്ടെ. പക്ഷെ അങ്ങനെ ഭരണം നേടിയാൽ പോലും ഈ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കാര്യക്ഷമമായിട്ട് ഭരിക്കാൻ പറ്റുക? അത് പറഞ്ഞപ്പോൾ ചീത്ത വിളിച്ചു പോകനെ. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം ഈ നഗരവാസികൾ BJPയെ ഏൽപ്പിച്ചു. ഗംഭീരമായിട്ടുള്ള പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട മേയറായിട്ടുള്ള ശ്രീ VV രാജേഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് നേരിട്ട് ചെയ്യാനും ചെയ്യിപ്പിക്കാനും കഴിയുന്ന കാര്യങ്ങളെല്ലാം നന്നായി പോകുന്നുണ്ട്. പക്ഷേ താഴെ തട്ടിലേക്കുള്ള കാര്യങ്ങൾ അങ്ങനെ സുഗമമായിട്ട് നീങ്ങുന്നില്ല. അതായത് ഈ ഭരണമാറ്റം അല്ലെങ്കിൽ BJP നടത്തിക്കൊണ്ടിരിക്കുന്ന ജനസേവന പ്രവർത്തനങ്ങൾ സാധാരണ മനുഷ്യർക്ക് അനുഭവിക്കാൻ കഴിയുന്ന നിലയിലേക്ക് എത്തിച്ചേരണം, അടിത്തട്ടിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥ വൃന്ദം കൃത്യമായിട്ടും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നവരാവണം. അങ്ങനെ ഭരണകർമ്മങ്ങൾക്ക് നല്ല നിലയിൽ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടുന്നതായിട്ടുള്ള പരിശ്രമങ്ങളാണ് BJP ഇനി ചെയ്യേണ്ടത് എന്നുള്ള അഭിപ്രായം പറഞ്ഞപ്പോഴാണ് ഞാൻ ചീത്ത കേട്ടത്. എന്താണ് പോങ്ങൻ പറഞ്ഞതെന്നുള്ളത് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. കുടിവെള്ളം എന്തുകൊണ്ട് ലഭിക്കുന്നില്ല? കാരണം പലപ്പോഴും ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ്. അവർ രാഷ്ട്രീയമായി ചിന്തിക്കുന്നു. പിൻവാതിലുകളിലൂടെ കടന്നു വന്നിരിക്കുന്ന ആളുകൾ കേരളത്തിൽ ഭരണമാറ്റം സംഭവിച്ചാൽ പോലും അത് ഇടതുപക്ഷത്തിന്റെ ഭരണം പോലെ പോകുന്ന നിലയിലോ അതല്ലെങ്കിൽ അവരിലൂടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുര്യോഗങ്ങൾ എന്തൊക്കെയാണോ ആ ദുര്യോഗങ്ങൾ കൃത്യമായി ജനങ്ങളിൽ അങ്ങനെ കെടുതിയായി നിലകൊള്ളാൻ വേണ്ടുന്നതായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കലാണ് പിൻവാതിൽ നിയമനങ്ങളിലൂടെ നടത്തിക്കൊണ്ടിരുന്നത്. ഇടത് ചായ്വുള്ള ഉദ്യോഗസ്ഥർ, തൊഴിലാളികൾ, ജീവനക്കാർ, മറ്റ് ജീവനക്കാർ ഇവരെല്ലാവരും കൃത്യമായിട്ടും BJP വിരുദ്ധ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുക. ജനങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളത് രണ്ടാമത്തെ താല്പര്യം മാത്രമാണ്. ആദ്യത്തെ താല്പര്യം എന്ന് പറയുന്നത് ജനങ്ങൾ പൊറുതിമുട്ടി BJPക്കെതിരെയാവണം. അതിനു വേണ്ടുന്ന ആത്മാർത്ഥമായിട്ടുള്ള പൊറുതിമുട്ടിക്കൽ കർമ്മങ്ങളാണ് ഈ ഉദ്യോഗസ്ഥരും തൊഴിലാളികളും മറ്റ് ജീവനക്കാരും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നൊരു ആക്ഷേപം തീർച്ചയായിട്ടും പോകുന്നുണ്ട്. അതിനെ മറികടക്കാൻ വേണ്ടുന്ന ഉപായമാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. അല്ലാതെ ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ സൽബുദ്ധി ഉണ്ടാകുമെന്നോ ഇവരെല്ലാവരും അങ്ങ് യഥാർത്ഥ സാമൂഹ്യ ബോധത്തോടെയും പൗരബുദ്ധിയോടുകൂടിയും സഹജീവി സ്നേഹത്തോടുകൂടിയും അർപ്പിത ബുദ്ധിയോടുകൂടിയും ഒക്കെ കർമ്മനിരതരാവുമെന്ന വിചാരം നമ്മൾ വെച്ചു പുലർത്തുന്നതിനകത്ത് യാതൊരു കാര്യവുമില്ല. അതിൻ്റെ ആവശ്യമേ ഇല്ല. അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJP പെട്ടുപോയത് ഈ ഒരു കാര്യത്തിൽ മാത്രമാണ്. കഴിവില്ലായ്മയല്ല, ഭരിക്കാനുള്ള അറിവില്ലായ്മയല്ല. ഈ പറയുന്ന നാഡീവ്യൂഹം ശരിയായ നിലയിൽ പ്രവർത്തിക്കുന്നില്ല. അതിനെയാണ് ഇനി മറികടക്കേണ്ടത്. പിന്നെ വേറൊരു കാര്യമുണ്ട്. 1930കളിലാണ് അരുവിക്കരയിൽ ഡാം പണിത് വെച്ചത്. അന്ന് മഹാരാജാവിന്റെ കാലത്തൊക്കെ ഇട്ടിരുന്ന ആ ഒരു കാലഘട്ടത്തിൽ ജനാധിപത്യം നല്ല നടപ്പ് തുടങ്ങാത്തതിന് മുന്നേ ഉള്ള ഒരു കാലത്ത് നമ്മുടെ മണ്ണിനടിയിൽ കുഴിച്ചിട്ട പൈപ്പിലൂടെയാണ് ഇന്നും തിരുവനന്തപുരം നഗരവാസികൾക്ക് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത്, കുടിവെള്ളം വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. അന്ന് എത്ര ജനം ഉണ്ടായിരുന്നു നഗരത്തിൽ? അതിന്റെ എത്രയോ മടങ്ങ് ജനങ്ങളാണ് തിരുവനന്തപുരത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ജനിച്ച് ജീവിക്കുന്നവരായിട്ടും വന്നു ചേർന്ന് ജീവിക്കുന്നവരായിട്ടുമൊക്കെ എന്നെ പോലുള്ള വരത്തന്മാരടക്കമുള്ള എത്രയോ ആളുകളെ കൊണ്ട് ഈ നഗരം ശ്വാസം മുട്ടുന്നുണ്ട്. ഇപ്പോൾ എന്തുമാത്രം ജനങ്ങൾ വന്നു തിങ്ങി പാർക്കുന്നു. പുതിയ പുതിയ ഫ്ളാറ്റുകൾ, പുതിയ പുതിയ കെട്ടിടങ്ങൾ, പുതിയ പുതിയ വീടുകൾ, എന്തെല്ലാം നിലയിലുള്ള നിർമ്മിതികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനും വേണ്ടുന്നതായിട്ടുള്ള വെള്ളം എവിടുന്നാണ് വരുന്നത്? അരുവിക്കരയിൽ നിന്ന്. ഏത് പൈപ്പിലൂടെയാണ് വരുന്നത്? രാജാവിന്റെ കാലത്തിട്ട പൈപ്പിലൂടെ. അതായത് 1000 പേർക്ക് വേണ്ടുന്ന വെള്ളം കൊണ്ടുവരാനുണ്ടാക്കിയ പൈപ്പിൽ 10 ലക്ഷത്തിലധികം ആളുകൾ ജീവിക്കുന്നത്. ഞാനൊരു കൃത്യമായ കണക്കല്ല പറഞ്ഞത്, ഞാൻ അതിന്റെ ഒരു ഭീകരത വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അത്രമാത്രം ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് ജനസംഖ്യയുടെ ജനപ്പെരുപ്പമുണ്ടായിരിക്കുന്ന ഒരു നഗരത്തിലേക്ക് അന്ന് കുഴിച്ചിട്ട പൈപ്പിലൂടെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർക്കറിയാം ഇതിന്റെ ശക്തി എത്രയുണ്ട് എന്നുള്ളത്. അവരൊരു തിരി തിരിച്ചു കഴിഞ്ഞാൽ, ഒരു വാൽവ് തിരിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെ പൊട്ടും പൈപ്പ് എന്നുള്ള കാര്യവും അവർക്കറിയാം. പൊങ്കാല വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഇത്തവണ പൊങ്കാല വെള്ളത്തിലാക്കും. പക്ഷെ 2 ദിവസം താമസിച്ചു പോയി.
പൈപ്പ് എങ്ങനെയോ ഒന്ന് സഹകരിച്ചു. പൊങ്കാല വെള്ളത്തിലായില്ല. പക്ഷെ പൊങ്കാലയ്ക്ക് ശേഷം 2-3 മണിക്കൂർ കൊണ്ട് തിരുവനന്തപുരം നഗരത്തെ അങ്ങനൊരു സംഭവം അവിടെ ഉണ്ടായിട്ടുള്ളതായി പോലും തോന്നാത്ത നിലയിൽ ഇഷ്ടികകളാവട്ടെ, ചാരം പോലും കാണാത്ത നിലയിലുള്ള മാറ്റം വരുത്തുമായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം തീർച്ചയായിട്ടും RSSകാർ ഉൾപ്പെടെ ഇറങ്ങിയിട്ടാണ് ഒരുവിധം ഒരു ദിവസം 1.5 ദിവസം കൊണ്ടൊക്കെയാണ് തീർത്ത് കിട്ടിയത്. കാരണം എന്താ, ഈ പറയുന്ന ജീവനക്കാര് ഉഴപ്പി, നിസ്സഹകരിച്ചു, പെടുത്തിക്കളഞ്ഞു. മേയർ ഇറങ്ങി മേയർക്ക് പറ്റുന്ന, മേയറുടെ കൺമുന്നിൽ കാണുന്ന പ്രദേശങ്ങളൊക്കെ മേയർക്ക് നേരെ നിന്ന് നോക്കിക്കണ്ട് ചെയ്യിപ്പിക്കാൻ കഴിഞ്ഞു. അതല്ലാത്ത പ്രദേശത്തേക്ക് പോങ്ങുമൂട് അടക്കമുള്ളത് അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ആയപ്പോഴാണ് പൊങ്കാലയുടെ ആ ഒരു സാന്നിധ്യം റോഡിൽ നിന്ന് മാഞ്ഞു പോയത്. അതൊക്കെയാണ് സംഭവിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇത് സംഭവിക്കും എന്നുള്ളത്. നമുക്ക് അതിന് വലിയൊരു ബുദ്ധി ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ചിന്തിക്കാൻ. പോങ്ങനായാലും മതി, പോങ്ങ ബുദ്ധി മാത്രം മതി. അന്ന് ഞാനിത് പറഞ്ഞപ്പോൾ ആളുകൾക്ക് ദേഷ്യമായിരുന്നു. ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി പൊതുജനങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എത്രത്തോളം ഈ കൂട്ടർക്ക് എത്രത്തോളം ഉണ്ട് സാമൂഹ്യബോധം, പൗരബുദ്ധി, സഹജീവി സ്നേഹം, പരിഷ്കൃത ഭാവം എന്നുള്ളത്, അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു സാധാരണ പോങ്ങനായിട്ട് 1.5 ആഴ്ച കഴിഞ്ഞു എനിക്ക് നേരെ പ്രശ്നം സംഭവിക്കാൻ. കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഈ പരിപാടി ഇവിടെ നടത്തുന്നതുകൊണ്ട്, ഇങ്ങനെ വീഡിയോ മൊഴി ചെയ്യുന്നതുകൊണ്ട് കുറേയേറെ സൗഹൃദങ്ങൾ, ബന്ധങ്ങൾ, പരിചയങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ന്യായമായ ഒരു ആവശ്യമാണ്, കുടിവെള്ളത്തിൻ്റെ പ്രശ്നമാണ്. ആരെയെങ്കിലും ആ സൗഹൃദങ്ങളിൽപ്പെട്ട ഉന്നത സ്ഥാനീയരായിട്ടുള്ള ഉയർന്ന സാമൂഹ്യ മൂല്യമുള്ള ആരെയെങ്കിലും, പോങ്ങിന് ബന്ധപ്പെടാൻ കഴിയുന്ന ആരെയെങ്കിലും ഒന്ന് ബന്ധപ്പെട്ട് ഇതൊന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അവർ തീർച്ചയായിട്ടും എന്നെ സഹായിക്കുമായിരുന്നു. കാരണം ഇതൊരു മോശപ്പെട്ട കാര്യമല്ല. ഒരാളുടെ കുടിവെള്ള പ്രശ്നമാണ്. 87 വയസ്സുള്ള ഒരു സ്ത്രീയുടെ, ഒരു അമ്മയുടെ ജലപ്രശ്നമാണ്. അവരുടെ ശുചീകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജലം പോലും ലഭ്യമാകാത്ത അവസ്ഥയിലേക്ക് എത്തിക്കാൻ ആരും ആഗ്രഹിക്കില്ല. സ്വാഭാവികമായിട്ടും അത്തരം പ്രവർത്തനങ്ങൾ, അത്തരം ഒരു നിർദ്ദേശം പെട്ടെന്ന് അത് ശരിയാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഴിമതിയുമല്ല. എന്നിട്ട് പോലും ഞാൻ അത്തരം ഒരു ബന്ധവും ഉപയോഗിച്ചില്ല. ഒരാളെയും എന്നെ പോലുള്ള സഹപോങ്ങന്മാരുടെ സഹായമല്ലാതെ, സാധാരണ മനുഷ്യരുടെ സഹായമല്ലാതെ, സാമൂഹിക മൂല്യമുള്ള, സ്വാധീന ശേഷിയുള്ള ആരെയും ഞാൻ ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് 1.5 ആഴ്ച കഴിഞ്ഞെങ്കിലും എനിക്കിത് കിട്ടി, സന്തോഷം. ഞാൻ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് പരിഷ്കൃത സമൂഹമല്ല. ഞാൻ എന്നെ ഒരു ഗിനിപ്പന്നിയായി ഈ സമൂഹത്തിന് മുന്നിൽ വെക്കുകയാണ് ചെയ്തത്, ഒരു സാമൂഹ്യ പരീക്ഷണത്തിന്. പോങ്ങൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടിവെള്ള പ്രശ്നം, ഒരു ചോദിക്കാനും പറയാനും ആരുമില്ലാത്ത ഒരു പോങ്ങന്റെ കുടിവെള്ള പ്രശ്നം പ്രബുദ്ധ കേരളം എങ്ങനെ പരിഹരിക്കും എന്നറിയാൻ വേണ്ടുന്ന ഒരു പരിശ്രമമാണ് ഞാൻ നടത്തിയത്. ഞാൻ ഒട്ടും തൃപ്തനൊന്നുമല്ല. എനിക്ക് വെള്ളം കിട്ടിയെങ്കിൽ പോലും ഞാനത് അത്ര കണ്ട് സന്തോഷിക്കുന്നൊന്നുമില്ല. പക്ഷേ ഞാനത് ഉള്ളിലേക്ക് എടുക്കുന്നില്ല. ഇതാണ് ജീവിതം, ഇതാണ് ലോകം, ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയതുകൊണ്ട്. പക്ഷെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് പറയുകയാണ്, BJP ശ്രദ്ധിക്കണം. കേരളത്തിന്റെ ഭരണം പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനു മുന്നേ സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയുടെ കോർപ്പറേഷൻ ഭരണം ലഭിച്ചപ്പോൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ല. ഭരിക്കാൻ അറിയാത്തത് കൊണ്ടാണോ? അല്ല. ആശയങ്ങളില്ലാത്തത് കൊണ്ടാണോ? ഒട്ടുമല്ല. എന്ത് ചെയ്യണം എന്നുള്ള ബോധ്യത്തിൽ ധാരണ പിശക് ഉള്ളത് കൊണ്ടാണോ? അതുമല്ല. പിന്നെ എന്തുകൊണ്ട്? ഈ പറയുന്ന നാഡീവ്യൂഹം, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ, അവരുടെ സഹകരണമില്ല. എല്ലാത്തിലും രാഷ്ട്രീയം കാണുന്നു, അത്രയേ ഉള്ളൂ. തലമാറി. പക്ഷെ ഉടലിലേക്ക് നിർദ്ദേശം എത്തിക്കുന്ന നാഡീവ്യൂഹം, അവയവങ്ങൾക്ക് വേണ്ടത്ര കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ എത്തിക്കുന്ന നാഡീവ്യൂഹം പണിമുടക്കി കിടക്കുകയാണ്. ഒരു ബൈപ്പാസ് ഉണ്ടാക്കണം. അതല്ലെങ്കിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഈ സംവിധാനത്തിന് മെരുക്കിയെടുക്കണം. എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പൊറുതിമുട്ടിക്കും. അതാണ് സത്യം. ഞാനത് പറഞ്ഞു എന്ന് മാത്രം. രാവിലെ ഇത്രയും പറഞ്ഞിട്ടേ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് കടക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ടാണ് അത്രമാത്രം. ഇന്നലെ ഒരു തുള്ളി വെള്ളം ഉണ്ടായിരുന്നില്ല. ഈ പ്രദേശത്ത് എങ്ങും ഉണ്ടായിരുന്നില്ല വെള്ളം. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി വന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ല ശക്തിയിൽ വെള്ളം കിട്ടുന്നുണ്ട്. ഭാഗികമായി അത് ഇനിയും മുടങ്ങും എന്നാണ് പറയുന്നത്. എവിടെയൊക്കെയോ പണികൾ നടക്കുന്നു പറയുന്നു. ഞാൻ ഈ പറയുന്നത് പോലെ അരുവിക്കരയിൽ നിന്ന് വരുന്ന ആ പൈപ്പ് ലൈനിന്റെ കാര്യത്തിലൊക്കെ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ മുന്നോട്ട് വലിയ പ്രശ്നം നഗരം അനുഭവിക്കുമെന്ന് പറയുന്നൊരു തോന്നലാണ് എനിക്കുള്ളത്.
പിന്നെ മാത്രമല്ല ഈ പണികളൊക്കെ കഴിപ്പിക്കുന്നവർ ഇതൊന്നും ശാശ്വതമായിട്ടുള്ള പരിഹാരം അല്ലെങ്കിൽ ഒരു കുറച്ച് ദീർഘകാലത്തേക്ക് ഇനി ഇത് പൊട്ടാതിരിക്കണമെന്ന് പറയുന്ന ആത്മാർത്ഥതയോടുകൂടിയല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നത്. കാരണം ഈ പറയുന്ന കോൺട്രാക്ടർമാർക്ക്, മറ്റു മേസ്ത്രിമാർക്ക്, അതല്ലെങ്കിൽ ഇത് പണി ഇടനിലയിൽ നിൽക്കുന്ന ആളുകൾക്ക്, ഉദ്യോഗസ്ഥർക്ക്, രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എല്ലാം വെട്ടുമേനി ഉണ്ടല്ലോ. ഓരോ പൈപ്പ് പൊട്ടുമ്പോഴും കിട്ടേണ്ടത് കിട്ടുമല്ലോ. ഖജനാവിൽ നിന്ന് ചോരണല്ലോ. വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് പോലെ തന്നെ ഖജനാവിൽ നിന്ന് പണം ഇവരുടെ കീശയിലേക്ക് ഒഴുകുന്നുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നന്നാക്കാൻ തന്നെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുമ്പോൾ തന്നെ ഇത് ശാശ്വതമായ പരിഹാരമാകണമെന്ന് പറയുന്ന ആത്മാർത്ഥമായിട്ടല്ല, അടുത്ത കൊല്ലവും ഇതേ നേരത്തെ ഇത് പൊട്ടണേ എന്ന് പറയുന്ന ഉത്സാഹത്തോടു കൂടി തന്നെയാണ് ഈ പരിഹരണ കർമ്മങ്ങൾ ഇവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എല്ലാ നിലയിലും തട്ടിപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ഒറ്റക്കെട്ടായി, കള്ളന്മാരും കൊള്ളക്കാരും എല്ലാവരും, അതെല്ലാ പാർട്ടിയിലും കൊള്ളരുതാത്തവന്മാർ മാത്രം ഒരുമിച്ച് നിന്ന് സംഘടിച്ച് അതൊരു പ്രത്യേക ശക്തിയായി മാറിയിട്ടാണ് ഇവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് വേണ്ടുന്ന പരിഹാരം തേടിയില്ല, അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ നാട് കുട്ടിച്ചോറായി പോകും. നമ്മുടെ നാട് കുട്ടിച്ചോറാവും. നമ്മുടെ മനുഷ്യ ജീവിതം എന്ന് പറയുന്ന മഹാവൃത്തികെട്ട അവസ്ഥയിലേക്ക് പോകും എന്ന് പറയുന്ന ഒരു ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരാഴ്ചയെങ്കിലും തുടർച്ചയായിട്ട് നല്ല ശക്തിയിൽ വെള്ളം കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ആഗ്രഹത്തോടു കൂടി ശ്രീ വി രാജേഷിന്റെ പ്രവർത്തനങ്ങളിൽ യാതൊരു വിധത്തിലുമുള്ള ഒരു തട്ടുകേട് സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്ന ഉത്തമ ബോധ്യത്തോടു കൂടി ഞാനത് പക്ഷം പറഞ്ഞതല്ല, കക്ഷി രാഷ്ട്രീയം പറഞ്ഞതല്ല. യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ നാളുകൾക്ക് ഇപ്പുറത്തേക്ക് നല്ല നിലയിലുള്ള ഒരു ഭരണ പ്രവർത്തനം കാഴ്ചവെക്കാൻ തീർച്ചയായിട്ടും ശ്രീ വി രാജേഷിന് സാധിക്കുന്നുണ്ട്. UDF-ഉം LDF-ഉം ഒറ്റക്കെട്ടായി എതിർക്കാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പ്രകടന മികവ് എന്ന് പറയുന്നത്. സമൂഹത്തിന് നന്മയുണ്ടാവുന്ന രീതിയിൽ ആരെന്തോ ചെയ്താലും അത് നല്ല കാര്യമാണ്. അതുകൊണ്ട് BJPക്ക് നല്ല രീതിയിൽ ഭരണപ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കട്ടെ. അവരുടെ ആ ഒരു ഭരണ മികവിൻ്റെ ഗുണഗണങ്ങൾ താഴെത്തട്ടിലേക്ക് സാധാരണ മനുഷ്യർക്ക് അനുഭവിക്കാൻ കഴിയുന്ന നിലയിലുള്ള അവരുടെ ഭരണ പ്രവർത്തനങ്ങൾ എത്തിച്ചേരാൻ സാധിക്കുന്ന തരത്തിൽ നടീവ്യൂഹങ്ങൾ, ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ കൃത്യമായി കാര്യക്ഷമമായി അവരും പ്രവർത്തിച്ചു തുടങ്ങട്ടെ. അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാവട്ടെ, ആ സഹകരണ മനോഭാവം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്, അതിനായി പ്രകൃതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് തീർച്ചയായിട്ടും പോകുന്ന ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. സ്നേഹം. ടാറ്റ. കോടികൾ മുടക്കിയല്ലോ കിച്ചൺ ബിന്റെ കാര്യം പറഞ്ഞുകൊണ്ട്. എത്ര കിച്ചൺ ബിൻ തിരുവനന്തപുരം പട്ടണത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്? 30-35 വർഷം മുമ്പ് മാലിന്യ പ്ലാന്റ് പൂട്ടിയിട്ട് ഇന്ന് വരെ ഒരു ബദൽ സംവിധാനത്തെ കുറിച്ച് ആലോചിച്ചിട്ടില്ലല്ലോ. എവിടെയാ കൊണ്ടുപോകുന്നതെന്ന് അന്വേഷിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഓഫ് വേസ്റ്റ്?